ഹലോ. ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ചാനൽ. സോ ഞങ്ങൾ ഇന്ന് ഫിലാഡൽഫിയ സിറ്റിയിലോട്ട് പോവാണ്. അവിടെ എന്ത് കാണാനാണ് പോകുന്നത്? അത് സർപ്രൈസാണ്. പ്രത്യേകിച്ച് സർപ്രൈസ് ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇന്ന് സൺഡേ ആണ് ഇവിടെ. സോ ഞങ്ങൾക്ക് രാവിലെ എണീറ്റപ്പോൾ ഭയങ്കരമായിട്ട് ബോറടിച്ചു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ പെട്ടെന്ന് ചുമ്മാ ഒന്ന് ഫിലാഡൽഫിയ സിറ്റിയിൽ കറങ്ങാൻ വേണ്ടി ഇറങ്ങും. അപ്പോൾ ഞാൻ ഇവിടെ പോയിട്ടുണ്ട്. സോ ഇവിടെ ഒന്ന് കാണിക്കാമെന്നും കൂടി വിചാരിച്ചു. എനിക്ക് തോന്നുന്നു ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നു സ്ഥലം. എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമായിരിക്കാം ഇവിടെ ഉള്ളവർക്കൊക്കെ, പക്ഷെ ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈം പോവാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ജാപ്പനീസ് ഗാർഡൻ്റെ ഫ്രണ്ടിലാണ്. ഇവിടെ ശരിക്കും 11 o'clock ഓപ്പൺ ആക്കത്തുള്ളൂ. അത് കാരണം ഞങ്ങളിപ്പോൾ വെയിറ്റ് ചെയ്യാണ്. ഇതിപ്പോൾ കണ്ടിട്ട് നമ്മളുടെ നാട്ടിലൊക്കെയുള്ള തറവാട് വീടിൻ്റെ വാതിലൊക്കെ പോലെ തോന്നുന്നുണ്ട്. അകത്ത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾ വെളിയിൽ വെയിറ്റ് ചെയ്യുവാണ്. ജാപ്പനീസ് ഗാർഡനാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ജപ്പാനീസ് ട്രഡീഷൻ ഉപയോഗിച്ച്, ഇതിനകത്ത് ആണികളൊന്നും ഉപയോഗിച്ചില്ല, ഇൻ്റർലോക്കിംഗ് സംവിധാനം ഉപയോഗിച്ചിട്ടാണ് അവർ ഉണ്ടാക്കിയത്. ഇപ്പം ഞങ്ങൾ അകത്ത് കയറി. ഇവിടെയും ഫേസ് മാസ്ക് വേണം, 6 feet ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. ഇനി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയുള്ള ലൈനാണ്. ഞങ്ങളപ്പോൾ ക്യൂവിൽ നിൽക്കുവാണ്. ടിക്കറ്റ് എടുത്തിട്ട് അകത്തോട്ട് അവർ കയറ്റി വിടത്തുള്ളൂ. ജാപ്പനീസ് സംസ്കാരത്തിൻ്റെ ചരിത്രം അതേപടി പകർത്തി 17th സെഞ്ച്വറിയിലെ ജാപ്പനീസ് വീടാണ് ഫിലഡൽഫിയയിലുള്ള ഷുഫൂസോ, അല്ലെങ്കിൽ ജാപ്പനീസ് ഹൗസ് ആൻഡ് ഗാർഡൻ. 1953-ൽ മോഡേൺ ആർക്കിടെക്ട് ജൂൻസോ യുഷിമോറ ജാപ്പനീസ് ട്രഡീഷണൽ മെറ്റീരിയൽ ഉപയോഗിച്ച് തന്നെ ഷുഫൂസോ ജപ്പാനിൽ നിർമ്മിച്ചു. അവിടുന്ന് അവർ അത് ന്യൂയോർക്കിലെ മ്യൂസിയം ഓഫ് മോഡേൺ ആർട്ടിന് മുന്നിൽ ഒരു എക്സിബിഷന് വേണ്ടി പ്രദർശിപ്പിക്കുവാൻ കൊണ്ടുപോയി. ന്യൂയോർക്കിലെ എക്സിബിഷന് ശേഷം അത് ഫിലഡൽഫിയയിലേക്ക് പുനർനിർമ്മിച്ചു. ഷുഫൂസോയുടെ ആകൃതി ഒരു ക്ഷേത്ര അതിഥി മന്ദിരത്തിൻ്റെ മാതൃകയിലാണ്. ഇതിൽ തന്നെ ടീ റൂം, ബാത്റൂം, കിച്ചൺ ആൻഡ് ഹിനോക്കി ബാർക്ക് റൂഫ്. ഇത് കൂടാതെ ഇതിനു മുന്നിൽ ഒരു ഗാർഡൻ ട്രഡീഷണലായിട്ട് തന്നെ അവർ നിർമ്മിച്ചിരിക്കുന്നു. കോയി ഫിഷ് പോണ്ട്, ടീ ഗാർഡൻ, ഐലൻഡ്, വോട്ട് കോർട്ട്യാർഡ് ഗാർഡൻ ഇവയെല്ലാം ട്രഡീഷണലായിട്ട് ജപ്പാൻ രീതിയിൽ തന്നെയാണ് ഈ ഷുഫൂസോ ഹൗസിൻ്റെ ഫ്രണ്ടിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഷുഫൂസോയുടെ ഐതിഹ്യം പറയുന്നത് ഷുഫൂസോ ജാപ്പനീസുകാർ അമേരിക്കൻസിന് നൽകിയ ഒരു സമ്മാനമാണ്. അതിനുള്ള കാരണം അമേരിക്കയും ജപ്പാനും തമ്മിലുള്ള യുദ്ധം വേൾഡ് വാർ 2-ൽ നിന്നും ഒരു സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനാണ്. ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷനാണ് കോയി ഫിഷുകൾ. സന്ദർശകർ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ഇവർ ഈ തടാകത്തിന് അടുത്തേക്ക് വരുന്നു. നമ്മൾ കണ്ടത് ഒരു ബാമ്പുവിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു ബുദ്ധ പ്രതിമയാണ്. നല്ല ഡാർക്കായിട്ടൊക്കെ കാണുന്നുണ്ട്. ഫുൾ കുഞ്ഞു കുഞ്ഞു ബാമ്പൂസാണ് അത്. അതിൻ്റെ ഇടയിലായിട്ടാണ് അവർ ആ പ്രതിമ സ്ഥാപിച്ചു വെക്കുന്നത്. സോ ഇതിപ്പോൾ കണ്ടിട്ട് നമ്മുടെ കേരളത്തിലെ കുറച്ച് തോടും അതുപോലെ തന്നെ സൈഡിലുള്ള കുഞ്ഞു കുഞ്ഞു ബാംബൂസ് അതുപോലെ നാട്ടിൽ കാണുന്ന കുറച്ച് ഇലകൾ അതെല്ലാം ഇവിടെ ഉണ്ട്. കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു നാട്ടിൽ പോയി നിന്ന ഒരു ഫീലുണ്ട് ഇവിടെ നിന്നിട്ട്.
ഈ സ്റ്റോൺ എന്ന് പറയുന്നത് ജാപ്പനീസ് ട്രഡീഷണലി എല്ലായിടത്തും വെക്കുന്ന ഒരു ഇതാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡു നോട്ട് എൻ്റർ എന്നാണ് അത് മെയിൻ ചെയ്യുന്നത്. ജാപ്പനീസുകാർ ട്രഡീഷണലി മാത്രം യൂസ് ചെയ്യുന്ന ഒരു സൈനാണ് അതെന്ന് പറയുന്നത്. ഒരു സ്റ്റോണ് അതിൽ നമ്മുടെ നാട്ടിലെ ചണം എന്ന് പറയുന്ന അത് വെച്ചിട്ട് അവർ കെട്ടിയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ജാപ്പനീസിൻ്റെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് ഡു നോട്ട് എൻ്റർ എന്നാണ്. ജാപ്പനീസ് ഹൗസിൽ കയറുമ്പോൾ സന്ദർശകർ അവരുടെ ഷൂസ് ഇടാൻ പാടില്ല. പകരം നമുക്ക് സോക്സ്, സ്റ്റോക്കിങ്സ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഡിസ്പോസിബിൾ ഷൂസ് ഇവിടെ ലഭ്യമാണ്. അകത്തോട്ട് കയറുവാണ്. ഷൂസ് വഴി കൈപ്പിടിച്ചിട്ടുണ്ട്. ഇവരുടെ ഒരു വർക്കിംഗ് പ്ലേസ് ആയിട്ട് അവർ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇതെന്ന് പറയുന്നത്. കുറേ വീഡിയോസൊക്കെ അവർ ഓൾറെഡി അവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ വർക്ക്സ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാണുന്നതാണ് ജാപ്പനീസുകാരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ലിവിങ് റൂം എന്ന് പറയുന്നത്. അവിടെ നമുക്ക് കാണാം കുറച്ച് ചെയർസ്, ടേബിൾ, അതൊക്കെ അവരുടെ ട്രഡീഷണലി ഉള്ള ടേബിളും ചെയറും ഒക്കെയാണ് അവർ യൂഷ്വലി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതെന്ന് പറയുന്നത് വെള്ളം സ്പ്ലാറ്റർ ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണിത്. കാരണം വെള്ളം ബോളിൽ നിന്ന് വീണ് ശേഖരിച്ച് വേണം പാടുള്ളൂ. കാരണം നമ്മൾ വീഴുന്ന സമയത്ത് തെറിക്കുമല്ലോ, വെള്ളം തെറിക്കുമല്ലോ. സോ വെള്ളം തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ കൂടെ ഊർന്നിറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. സോ ഇന്ന് ഇവിടുത്തെ വ്യക്തി നമുക്ക് ഉള്ളോട്ട് കയറാൻ പറ്റില്ല, കാരണം കോവിഡ് ആയതുകൊണ്ട്. ഞങ്ങൾ മാസ്ക് വരെ ധരിച്ചിട്ടാണ് എല്ലാം നിൽക്കുന്നത്. സോ ഇവിടെ ഒരു റൂമുണ്ട്. ഈ റൂം ടീ റൂം എന്നാണ് അവർ പറയുന്നത്. ഇതിനുള്ളിലേക്ക് 2 റൂം എക്സ്ട്രാ ഉണ്ട്. അത് അവർ ആക്ച്വലി ക്ലോസ് ചെയ്തിരിക്കുക, അതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവരുടെ ഏറ്റവും വലിയൊരു ഡ്രിങ്ക് എന്ന് പറയുന്നത് ടീ ആണ്. അപ്പോൾ ഏത് വീടുകളിലും ഒരു റൂം ടീ റൂം എന്ന് പറഞ്ഞാൽ കാണും. സോ അങ്ങനൊരു ടീ റൂമാണ് ഈ കാണുന്നത്. നിൽക്കുന്നത് ഒരു കിച്ചൺ ഏരിയയിലാണ്. ഇവരുടെ പണ്ടത്തെ പുരാതന കിച്ചൺ ഫുഡൊക്കെ ചൂടാക്കാനും ഇതിനൊക്കെ പോലെ ഡിഷ് വാഷ് ചെയ്യാനും ഇവിടെ ഒരു സാധനം കണ്ടു. ഇതെന്താന്ന് ജില്ലുവിന് അറിയോ? ഇത് സത്യം പറഞ്ഞാൽ ഇവരുടെ പണ്ടത്തെ ഫ്രിഡ്ജാണ്. സോ യെസ്, ഫ്രിഡ്ജാണിത്. സോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് മാറ്റിക്കഴിയുമ്പോൾ ഇതിനകത്ത് കാണുന്നതെന്ന് വെച്ചാൽ മണ്ണിൻ്റെ അടിയാണ്. സോ മണ്ണിൻ്റെ അടിയിൽ എപ്പോഴും തണുപ്പായിരിക്കുമല്ലോ. സോ ഫുഡ് ഒന്നും കേടാവാതെ അവർ ഇതിനകത്ത് സൂക്ഷിച്ച് വെക്കുന്നത്. സോ പണ്ട് കാലത്ത് അങ്ങനെ മാവുണ്ടാകുന്നത് റോഡ്സും സംഭവമൊന്നും ഇല്ലായിരുന്നല്ലോ. സോ അന്ന് കാലത്ത് അവർ ഇങ്ങനെയായിരുന്നു സൂക്ഷിച്ച് വെച്ചുകൊണ്ടിരുന്നത്. സിറ്റി ഓഫ് ഫിലാഡൽഫിയയുടെ ഉടമസ്ഥതയിലുള്ള ഷുഫൂസു ഒരു പ്രൈവറ്റ് നോൺ പ്രോഫിറ്റ് സ്ഥാപനമായ ജപ്പാൻ അമേരിക്ക സൊസൈറ്റി ഓഫ് ഗ്രേറ്റർ ഫിലഡൽഫിയ നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. സോ ഞങ്ങളുടെ ജാപ്പനീസ് ഗാർഡൻ കണ്ടു കഴിഞ്ഞു. ഇനി ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങാൻ പോവാം. ഇവിടെ ഇത്രയൊക്കെ ഉള്ളു കാണാൻ വേണ്ടി. കുറേ ട്രഡീഷണൽ ആയിട്ടുള്ള ജാപ്പനീസിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളും, പിന്നെ വീടിൻ്റെ ഒരു മാതൃക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളു. പിന്നെ ജാപ്പനീസ് ചെറി ബ്ലോസത്തിൻ്റെ സമയത്ത് വരികയാണെങ്കിൽ കാണാൻ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. ആ സമയത്ത് വരികയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും.